ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി പൈനാപ്പിൾ കൊണ്ടൊരു പ്ലം കേക്കാണ്. വളരെ രുചികരമായ ഒരു പ്ലം കേക്കാണിത്. ഈ ക്രിസ്മസിന് നിങ്ങൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പ്ലം കേക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കൂ. വളരെ രുചികരമായ ഈ പ്ലം കേക്ക് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഗസ്റ്റ് വന്നാൽ അവർക്കും നമുക്കിത് കൊടുക്കാം. വളരെ രുചികരമായ ഒരു പ്ലം കേക്കാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ml ഒരു കപ്പിൽ പൊടിയായി അരിഞ്ഞെടുത്ത നമ്മുടെ പൈനാപ്പിളാണ് കേട്ടോ. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്കൊരു പാൻ വെച്ച് കൊടുക്കാം കേട്ടോ. ഈ പാനിലേക്ക് നമുക്ക് കാരമൽ സിറപ്പ് തയ്യാറാക്കാനായിട്ടാണ്. തീ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം നമ്മുടെ പഞ്ചസാരയെല്ലാം മെൽറ്റായിക്കോളും. 2 മിനിറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് മെൽറ്റായിട്ട് വെള്ളം പോലെയാവും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ബ്രൗൺ കളറായിട്ട് മാറും. നല്ല കട്ട കരിഞ്ചുവപ്പ് പോലെ ആയിക്കഴിഞ്ഞാൽ പതഞ്ഞ് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ചെറു ചൂടുവെള്ളം ഒരു 1/4 കപ്പ് തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ച നമ്മുടെ ഈ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൈനാപ്പിൾ ഇതിൽ കിടന്നൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് 2 മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുക്കാം. അതിലേക്ക് നമുക്ക് 4 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ 4 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 4 കോഴിമുട്ട വേണം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഒരു 1/4 കപ്പ് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു 2-3 ഗ്രാമ്പുവും കൂടിയാണ്. അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്നുകൊണ്ട് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നന്നായിട്ട് തന്നെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത നമ്മുടെ ഈ മുട്ട മിക്സ് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അഞ്ച് മിനിറ്റ് നേരം നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. എന്നാലേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് അതൊരു ബൗളിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 250 ml ഒരു കപ്പ് മൈദപ്പൊടി ഒരു അരിപ്പത്തട്ടിലൂടെ നമുക്ക് അരിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. അരിച്ച് ചേർത്തതിന് ശേഷം ആ അരിപ്പയിൽ തന്നെ നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതേ അരിപ്പയിലൂടെ തന്നെ നമുക്ക് ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ അതും കൂടി നമുക്ക് ചേർക്കാം. ബേക്കിംഗ് സോഡയിൽ കട്ടകളൊന്നും ഇല്ലാതെ ഇരിക്കാനായിട്ട് നമുക്ക് കൈ വെച്ച് അതൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ കാരമൽ സിറപ്പിൽ നിന്നും നമ്മുടെ പൈനാപ്പിൾ കഷ്ണങ്ങൾ മാറ്റി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെച്ചത് എടുത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് കാരമൽ സിറപ്പിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ വേണം ഒന്ന് മിക്സാക്കി കൊടുക്കാനായിട്ട്. പിന്നെ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ മുന്തിരി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതെല്ലാം നട്ട്സുകളാണോ ഉള്ളതെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ മുന്തിരിയും ഒരു 3-4 ടേബിൾ സ്പൂൺ ഡ്യൂട്ടി ഫ്രൂട്ടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പച്ചയും റെഡും കളറാണ്. ആ 2 കളർ ഉള്ള ഡ്യൂട്ടി ഫ്രൂട്ടിയാണ് എൻ്റെ കയ്യിലുള്ളത്. അത് വെച്ചാണ് ഞാൻ നമ്മുടെ ഈ പൈനാപ്പിൾ പ്ലം കേക്ക് തയ്യാറാക്കുന്നത്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. മുട്ടയിൽ ചേർത്തെടുത്ത നമ്മുടെ ഈ മൈദ മിക്സ്
പതുക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ഒരു വശത്തേക്ക് മാത്രം പതുക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കിയതിന് ശേഷം മാറ്റി വെച്ച നമ്മുടെ പൈനാപ്പിളും ടൂട്ടി ഫ്രൂട്ടിയും മുന്തിരിയും എല്ലാം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ടിന്ന് തയ്യാറാക്കാം. ഞാനിവിടെ 1 കിലോൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നെയ്യ് തടവിയതിന് ശേഷം നമുക്ക് ബട്ടർ പേപ്പർ മുറിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ സൈഡിലും നടുവിലും ബട്ടർ പേപ്പർ നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ കേക്ക് മിക്സ് നമുക്കിതിലേക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ടും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് എയർ ബബിൾസ് പോവാനായിട്ട് ഒരു 4-5 തവണ ഒന്ന് നിലത്ത് തട്ടി കൊടുക്കാം കേട്ടോ. ഇതുപോലെ 4-5 തവണയായിട്ട് നമുക്ക് നിലത്തൊന്ന് തട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യണം. അതിനായിട്ടൊരു പഴയ ചെമ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൽ ഉപ്പിട്ടതിന് ശേഷം അതിൻ്റെ ഉൾഭാഗത്തെല്ലാം ഉപ്പ് വിതറി കൊടുത്തതിന് ശേഷം അതിൽ നമ്മുടെ തട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ കേക്കിൻ്റെ ടിന്ന് അതിലേക്ക് ഇറക്കി വെക്കാം. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് കേക്ക് ടിന്ന് അതിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മീതേക്ക് അണ്ടിപ്പരിപ്പും ടൂട്ടി ഫ്രൂട്ടിയും കുറച്ച് വെളുത്ത എള്ളും അതും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ നട്ട്സ് ഉള്ളത് അത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 45 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചിലതൊക്കെ വേവാനായിട്ട് 1 മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ. നിങ്ങളുടെ സ്റ്റവിൻ്റെ തീക്ക് അനുസരിച്ചായിട്ടായിരിക്കും വേവുക. എൻ്റെ കേക്ക് ഇവിടെ റെഡിയായി കണ്ടില്ലേ. ഒരു ഈർക്കിളി വെച്ച് നമുക്കിത് കുത്തി നോക്കിയാൽ ഇതിൻ്റെ ഈർക്കിളിയുടെ മേൽ ഒട്ടിപ്പിടിക്കാതിരുന്നാൽ നമ്മുടെ കേക്ക് റെഡിയായി. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം കേക്ക് ഇതിൽ നിന്നെടുക്കാം. ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസമാണ് കേട്ടോ ഞാനിത് മുറിക്കാൻ പോകുന്നത്. വളരെ രുചികരമായ ഒരു കേക്കാണ്. നിങ്ങൾ ഈ ക്രിസ്മസിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യൂ. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണിത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. ഓക്കേ.